ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആദ്യം എന്ന ടോപ്പിക്കാണ് പഠിക്കുന്നത്. ചെറിയ കോഡൊക്കെ ആയിട്ടാണ് പറയുന്നത്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനു മുമ്പ് നമ്മൾ കേരളത്തെക്കുറിച്ചും ബാക്കിയുള്ള ക്ലാസ്സുകളൊക്കെ ചെയ്തിട്ടുണ്ട്. കോഡ് ഉപയോഗിച്ചാണ് അതൊക്കെ ചെയ്തിരിക്കുക. അപ്പോൾ എല്ലാവരും ക്ലാസ് കാണുക, ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിലേക്ക് കിടക്കാം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ, ഇന്ത്യയിലെ ആദ്യ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി മൊറാർജി ദേശായി, കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് രാജിവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായി. ആദ്യത്തെ രണ്ടും എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ ഇന്ത്യയിലെ ആദ്യ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയും കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് രാജിവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയും മൊറാർജി ദേശായിയാണ്. അപ്പോൾ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി ആയതുകൊണ്ട് അദ്ദേഹം അവിടെ പ്രധാനമന്ത്രി ആയതിന് ചെറിയൊരു മുറുമുറുപ്പൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കാലാവധി പൂർത്തിയാക്കാൻ പറ്റിയില്ല. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യ പ്രധാനമന്ത്രി PV നരസിംഹറാവു. അപ്പോൾ ദക്ഷിണയൊക്കെ കൊടുക്കുന്നത് ഈ നരച്ച പ്രായമുള്ളവർക്ക്. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. കാലാവധി തികച്ച ന്യൂനപക്ഷ ഗവൺമെൻറ്റിനെ നയിച്ച ആദ്യ പ്രധാനമന്ത്രി PV നരസിംഹറാവു. അപ്പം അതും ഈ നരയായിട്ടൊന്ന് കണക്ട് ചെയ്യുക. നരച്ചതാകുമ്പോൾ കാലാവധി തികച്ചു, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. പിന്നെ ന്യൂനപക്ഷ ഗവൺമെൻറ്റിനെ നയിച്ച ആദ്യ പ്രധാനമന്ത്രി, അങ്ങനെയൊന്ന് കണക്ട് ചെയ്യുക. സിഖുകാരനായ ആദ്യ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ്. പാർലമെൻറ്റിനെ അഭിമുഖീകരിക്കാത്ത ആദ്യ പ്രധാനമന്ത്രി ചരൺ സിംഗ് ആണ്. അപ്പോൾ അഭിമുഖീകരിക്കാത്തതെന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ നോക്കുമ്പോൾ അദ്ദേഹം എല്ലാവരെയും ചാരവാക്കിക്കളയും. അതുകൊണ്ടാണ് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യല്ലേ. അഭിമുഖീകരിക്കുമ്പോൾ അദ്ദേഹം എല്ലാവരെയും ചാരവാക്കിക്കളയും. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. ഫിജിയിലെ പ്രധാനമന്ത്രി പദവി വഹിച്ച ആദ്യ ഇന്ത്യൻ വംശജൻ മഹേന്ദ്ര ചൗധരിയാണ്. ആദ്യ ആഭ്യന്തരമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ധനകാര്യമന്ത്രി RK ഷൺമുഖം ചെട്ടിയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ധനകാര്യമന്ത്രി RK ഷൺമുഖം ചെട്ടി. അപ്പോൾ ഈ ധനമൊക്കെ പെട്ടിയിലാണല്ലോ സൂക്ഷിക്കുന്നത്. അപ്പം ധനവും ചെട്ടി, പെട്ടി, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രിയും RK ഷൺമുഖം ചെട്ടിയാണ്. അപ്പോൾ ഈ ബഡ്ജറ്റൊക്കെ ആദ്യം കൊണ്ടുവരുന്ന പണ്ട് ഒരു പെട്ടിയിലാണ്. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ നിയമമന്ത്രി BR അംബേദ്കർ. ക്യാബിനറ്റിൽ നിന്നും രാജിവെച്ച ആദ്യ വ്യക്തി ശ്യാമപ്രസാദ് മുഖർജി. ക്യാബിനറ്റിൽ നിന്നും രാജിവെച്ച ആദ്യ വ്യക്തി ശ്യാമപ്രസാദ് മുഖർജി. അപ്പോൾ ഈ ക്യാബിൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ റിസപ്ഷൻ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം. അപ്പം റിസപ്ഷനിലിരിക്കുന്ന രാജിക്ക് നല്ല മുഖത്തിന് നല്ല പ്രസാദമാണ്. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. ക്യാബിൻ, ഇങ്ങനെ റിസപ്ഷൻ. നെഹ്റു മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ച ആദ്യ വ്യക്തിയാണ് RK ഷൺമുഖം ചെട്ടി. ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ആദ്യ ഉപരാഷ്ട്രപതി ഡോക്ടർ S രാധാകൃഷ്ണൻ. ഇന്ത്യയിലെ ആദ്യ ആക്ടിംഗ് പ്രസിഡന്റ് VV ഗിരിയാണ്. ഇന്ത്യയിലെ ആദ്യ ആക്ടിംഗ് പ്രസിഡന്റ് VV ഗിരി. അപ്പോൾ ആക്ടിംഗ് എന്ന് പറയുമ്പം സവാരി ഗിരി അങ്ങനെയൊന്ന് കണക്ട് ചെയ്യുക. ആദ്യ മുസ്ലിം പ്രസിഡന്റ് ഡോക്ടർ സക്കീർ ഹുസൈൻ. അധികാരത്തിലിരിക്കാൻ ധരിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ഡോക്ടർ സക്കീർ ഹുസൈൻ. അപ്പോൾ ഇദ്ദേഹം പ്രസിഡൻ്റ് ആകുമ്പോൾ തന്നെ ഇദ്ദേഹത്തിന് എന്താണ് സിക്ക് അസുഖമായിരുന്നു. അതുകൊണ്ട് തന്നെ അധികാരത്തിലിരിക്കെ തന്നെ അദ്ദേഹം മരിച്ചുപോയി. അപ്പം പ്രസിഡൻ്റ് ആകുമ്പോൾ തന്നെ ഇദ്ദേഹം സിക്കായിരുന്നു. അപ്പോൾ അധികാരത്തിലിരിക്കെ അദ്ദേഹം മരിച്ചുപോയി. അങ്ങനെയൊന്ന് കണക്ട് ചെയ്യുക. ദളിതനായ ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി KR നാരായണൻ. ഇന്ത്യയിലെ ആദ്യ സ്പീക്കർ GV മാവുലങ്കാർ. സ്പീക്കറൊക്കെ പണ്ട് കെട്ടിവെക്കുന്നത് ഈ മാവിൻ്റെ കൊമ്പത്തുമൊക്കെയാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ സ്പീക്കർ GV മാവുലങ്കാർ. പണ്ടെന്ന് പറയുമ്പോൾ ആദ്യം, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. ദളിതനായ ആദ്യ ലോക്സഭാ സ്പീക്കർ GMC ബാലയോഗിയാണ്. അപ്പോൾ ദളിതനായ ആദ്യ ലോക്സഭാ സ്പീക്കർ, നേരത്തെ പറഞ്ഞത് ഇന്ത്യയിലെ ആദ്യ സ്പീക്കർ GV മൗലങ്കാറാണ് ലോക്സഭാ സ്പീക്കർ. ദളിതനായ ആദ്യ ലോക്സഭാ സ്പീക്കറാണ് GMC ബാലയോഗി. അപ്പോൾ ദളിതനായതാണ് അദ്ദേഹത്തിന് ആ യോഗ്യത വന്നത്. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. ലോക്സഭാ സ്പീക്കർ ആയത് അദ്ദേഹം ദളിതനായി എന്ന ഒരു യോഗ്യത കൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ ദളിതനായതുകൊണ്ട് അദ്ദേഹത്തിന് നല്ല ബലമൊക്കെയാണ് അദ്ദേഹം, അതുകൊണ്ട് സ്പീക്കറായി. അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്യുക. രാജ്യസഭയിലെ ആദ്യ ഉപാധ്യക്ഷൻ SV കൃഷ്ണമൂർത്തി റാവു. രാജ്യസഭയിലെ ആദ്യ ഉപാധ്യക്ഷൻ SV കൃഷ്ണമൂർത്തി റാവു. നമ്മുടെ ആദ്യ ഉപരാഷ്ട്രപതി ഡോക്ടർ S രാധാകൃഷ്ണൻ പറഞ്ഞില്ലേ. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയിലെ അധ്യക്ഷൻ. രാജ്യസഭയിലെ ആദ്യ സെക്രട്ടറി ജനറൽ SN മുഖർജിയാണ്. അപ്പോൾ രാജ്യസഭയുടെ ആദ്യ അധ്യക്ഷൻ ഡോക്ടർ S രാധാകൃഷ്ണൻ, ഉപാധ്യക്ഷൻ SV കൃഷ്ണമൂർത്തി റാവു, സെക്രട്ടറി ജനറൽ SN മുഖർജി. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ ഈ രാധയും കൃഷ്ണനും രാധാകൃഷ്ണൻ, അതിൽ നിന്നും രാധ,
പിന്നെ ഉപാധ്യക്ഷൻ കൃഷ്ണമൂർത്തി, അപ്പോൾ രാധാകൃഷ്ണൻ, പിന്നെ ഒരു എസ്.എൻ. മുഖർജി അല്ലേ, സെക്രട്ടറി ജനറൽ എസ്.എൻ. മുഖർജിയാന്ന് പറഞ്ഞു. അപ്പോൾ ഈ രാധാകൃഷ്ണൻ എസ്.എൻ. മുഖർജി ഇങ്ങനെ കണക്ട് ചെയ്യാം. അപ്പോൾ രാധ എന്ന് പറയുമ്പോൾ രാധയും കൃഷ്ണനും എന്ന് പറയുമ്പോൾ എന്താ, ഒരു സ്നേഹത്തിൻ്റെ ഒരു സൈനാണ് അല്ലേ, സൈൻ. അപ്പോൾ എസ്.എൻ. സൈനാണ് അവരുടെ മുഖം ഇല്ലേ, രാധയുടെയും കൃഷ്ണൻ്റെയും മുഖം എന്ന് പറയുന്ന ഒരു സൈനാണ് ഇല്ലേ. അപ്പോൾ ഒരു സ്നേഹത്തിൻ്റെയൊക്കെ ഒരു സൈനാണ്. അപ്പോൾ രാജ്യസഭയുടെ മുഴുവനും കിട്ടും. രാജ്യസഭയുടെ ആദ്യ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ഉപാധ്യക്ഷൻ ചോദിച്ചാൽ എസ്.വി. കൃഷ്ണമൂർത്തി റാവു, സെക്രട്ടറി ജനറൽ ചോദിച്ചാൽ എസ്.എൻ. മുഖർജി. മനസ്സിലായെന്ന് കരുതുന്നു. അടുത്തത് INC പ്രസിഡൻ്റായ ആദ്യ വ്യക്തി W.C. ബാനർജി. INC പ്രസിഡൻ്റായ ആദ്യ വ്യക്തി W.C. ബാനർജി. അപ്പോൾ ഈ INCക്ക് ഒരു ബാനറൊക്കെ ഉണ്ട്, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. INC പ്രസിഡൻ്റായ ആദ്യ മുസ്ലിം വ്യക്തിയാണ് ബദറുദ്ദീൻ തിയാബ്ജി. INC പ്രസിഡൻ്റായ ആദ്യ മുസ്ലിം വ്യക്തി ബദറുദ്ദീൻ തിയാബ്ജി. കമ്മ്യൂണിസ്റ്റുകാരനായ ആദ്യ ലോക്സഭാ സ്പീക്കർ സോമനാഥ് ചാറ്റർജി. കമ്മ്യൂണിസ്റ്റുകാരനായ ആദ്യ ലോക്സഭാ സ്പീക്കർ സോമനാഥ് ചാറ്റർജി. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇല്ല, അത് ചാറ്റും ആയിട്ട് കണക്ട് ചെയ്യാമല്ലോ, കമ്മ്യൂണിക്കേഷൻ ചാറ്റ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനായ ആദ്യ ലോക്സഭാ സ്പീക്കർ ചാറ്റർജി. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്പീക്കറിൽ കൂടി ഇല്ലേ ചാറ്റ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്യുക. റിപ്പബ്ലിക് ഇന്ത്യയിൽ ആദ്യമായി ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ജോൺ മത്തായി. റിപ്പബ്ലിക് ഇന്ത്യയിൽ ആദ്യമായി ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ജോൺ മത്തായി ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയി കാനിങ് പ്രഭു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ വില്യം ബെൻഡിക് പ്രഭു. സ്വതന്ത്ര ഇന്ത്യയിലെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ജനറൽ C. രാജഗോപാലാചാരി. അപ്പോൾ ഇത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയി. അപ്പം വൈയും ക്യാനും അങ്ങനെ ഒന്ന് കണക്കുക, വൈ ക്യാൻ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ പ്രഭു, അത് നമുക്കറിയാവുന്നതാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ വില്യം ബെൻഡിക്. അപ്പോൾ ഈ ജനലൊക്കെ നമ്മൾ ബെന്തോസാക്കി വെക്കും അല്ലേ, ബന്ധിക്കും, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ ഈ വൈസ്രോയും ഗവർണർ ജനറലും ആദ്യത്തെ, അതൊന്ന് മാറാതിരുന്നാൽ മതി. അപ്പോൾ വൈയും ക്യാനും കൂടെ ഒന്ന് കണക്ട് ചെയ്യുക. പിന്നെ ജനലൊക്കെ നമ്മൾ ബന്ധിക്കും, ബന്തോസാക്കി വെക്കുക, അടക്കുക എന്നുള്ളതിന് ബന്തോസാക്കി വെക്കുക എന്നൊക്കെ ചിലടത്ത് പറയാറുണ്ട്. അപ്പം അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. പിന്നെ മൗണ്ട് ബാറ്റൻ പ്രഭു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറലും സ്വതന്ത്ര ഇന്ത്യയിലെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ജനറൽ C. രാജഗോപാലാചാരിയാണ്. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയതിനു ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയായ വ്യക്തി ജസ്റ്റിസ് M. ഹിദായത്തുള്ള. അപ്പോൾ രണ്ട് ഉയർന്ന പോസ്റ്റും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. അപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ആയിട്ടുണ്ട്, അതിനുശേഷം രാഷ്ട്രപതിയുമായിട്ടുണ്ട്. അപ്പോൾ ഹിദായത്തുള്ള, ജസ്റ്റിസ് M. ഹിദായത്തുള്ള ആണ്. അപ്പോൾ അങ്ങനെ ഒന്ന് അദ്ദേഹത്തിൻ്റെ ഹിതം പോലെയൊക്കെ നടന്നു, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം അല്ലേ. ഹിദായത്തുള്ള അദ്ദേഹത്തിൻ്റെ ഹിതം പോലെയൊക്കെ, ആഗ്രഹം പോലെയൊക്കെ ഉയർന്ന പോസ്റ്റ് രണ്ടും അദ്ദേഹം വഹിച്ചു, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ വ്യക്തി ജസ്റ്റിസ് ഹരിലാൽ ജെ കന്യ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ വ്യക്തി ഹരിലാൽ ജെ കന്യ. ആദ്യം വിധി എഴുതി ഹരിശ്രീ കുറിച്ചത് അദ്ദേഹമാണ്, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. വിധി എഴുതി ഹരിശ്രീ കുറിച്ചു. ഇന്ത്യയിലെ ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ ആണ്. ഇന്ത്യയിലെ ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. നമ്മൾ വോട്ടൊക്കെ ചെയ്യുമ്പോൾ ആ സൈനിൽ നോക്കി കുത്തുമല്ലേ, അപ്പോൾ അങ്ങനെ അല്ലേ അവരുടെ പേരും സൈനിലും ഒക്കെ നോക്കി കുത്തും. അപ്പോൾ സൈൻ അങ്ങനെയൊക്കെ സൈൻ നോക്കിയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷൻ ശാന്തി സ്വരൂപ് ഭട്നഗർ. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷൻ ശാന്തി സ്വരൂപ് ഭട്നഗർ. അപ്പം ഈ ഗ്രാൻഡ് കമ്മീഷനൊക്കെ ആകുമ്പോൾ അതിന് ഇല്ലേ ഭടന്മാരൊക്കെ ഉണ്ടാകും, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. ഗ്രാൻഡ് കമ്മീഷനാണ്, അപ്പം അവർക്ക് ഈ ഭടന്മാരൊക്കെ ഉണ്ടാകും. ജസ്റ്റ് അങ്ങനെ കണക്ട് ചെയ്യുക, വേറൊന്നും കിട്ടിയില്ല. ഇന്ത്യയിലെ ആദ്യ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ V. നരഹരി റാവു ആണ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറയുമ്പം CAG ഇല്ലേ, അപ്പോൾ നമ്മൾ കേജ് എന്ന് നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഈ നരിയെയൊക്കെ നമ്മൾ കേജിലാണ് ഇടുന്നത്, അങ്ങനെ നരഹരി റാവു നരിയെയൊക്കെ കേജിലാണ് ഇടുന്നത്, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. ഇന്ത്യൻ സിവിൽ സർവീസിൽ പ്രവേശിച്ച ആദ്യ ഇന്ത്യക്കാരൻ സത്യേന്ദ്രനാഥ് ടാഗോറാണ്. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ SP സിൻഹയാണ്. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ. അപ്പോൾ എക്സിക്യൂട്ടീവ് കൗൺസിലൊക്കെ ഈസി ആയിട്ട് അദ്ദേഹം കയറി. അപ്പോൾ സിൻഹ എന്ന് പറയുമ്പോൾ നമുക്ക് സിംഹം എന്ന് എടുക്കാം. ഇപ്പോൾ എക്സിക്യൂട്ടീവ് കൗൺസിൽ എന്ന് പറയുമ്പോൾ നമുക്ക് EC എന്ന് എഴുതാമല്ലോ, എക്സിക്യൂട്ടീവ് കൗൺസിൽ EC. അപ്പോൾ സിൻഹ സിംഹം എന്ന് എടുക്കുക. അപ്പോൾ സിംഹം ആയതുകൊണ്ട് അദ്ദേഹം ഈസി ആയിട്ട് ഇതിൽ കയറി. അപ്പോൾ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ SP സിൻഹയാണ്. അപ്പോൾ സിംഹം എന്ന് എടുക്കുക. അപ്പോൾ ഈസി ആയിട്ട്
അദ്ദേഹം കയറിയത് അദ്ദേഹം ഒരു സിംഹമായതുകൊണ്ടാണ്. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. ഓക്കെ. ഇന്ത്യ സന്ദർശിച്ച ആദ്യ ചൈനീസ് സഞ്ചാരി ഫാഹിയാൻ. അപ്പോൾ ഫസ്റ്റ് ചൈനീസ് സഞ്ചാരിയാണ്. അപ്പോൾ ഫസ്റ്റ് ഫാഹിയാൻ. അങ്ങനെ എഫും കൊണ്ട് കണക്ട് ചെയ്യുക. അടുത്തത് ഇന്ത്യ സന്ദർശിച്ച ആദ്യ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഹാരോൾഡ് മാക്മില്ലനാണ്. ഇന്ത്യ സന്ദർശിച്ച ആദ്യ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഹാരോൾഡ് മാക്മില്ലനാണ്. അപ്പോൾ ഹാരോൾഡ് എന്ന് പറയുമ്പോൾ ഗോൾഡൊക്കെ നമ്മുടെ മാക്സിമം എടുത്തുകൊണ്ട് പോയത് ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ പ്രധാനമന്ത്രി അവിടെ നിന്ന് ആദ്യം ഒരു പ്രധാനമന്ത്രി വന്നത് അല്ലേ, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ ഇന്ത്യ സന്ദർശിച്ച ആദ്യ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഹാരോൾഡ് മാക്മില്ലനാണ്. അപ്പം ആദ്യ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ നമ്മൾ ഗോൾഡൊക്കെ മാക്സിമം എടുത്തുകൊണ്ട് പോയവരാണ്. അങ്ങനെ ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്യുക. ഓക്കെ. ബ്രിട്ടൻ്റെ ഹൗസ് ഓഫ് കോമൺസിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ. ബ്രിട്ടൻ്റെ ഹൗസ് ഓഫ് കോമൺസിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ ദാദാഭായ് നവറോജിയാണ്. അപ്പോൾ ഈ കോമൺസ് എന്ന് പറയുമ്പോൾ ആരാ? ദാദാ ഇല്ല, അങ്ങനെയൊന്ന് കണക്ട് ചെയ്യുക. കോമൺ മാനാണ് ദാദാ. ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ സെക്രട്ടറി ജനറലായ ആദ്യ ഇന്ത്യക്കാരൻ. ഇനി ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ സെക്രട്ടറി ജനറലായ ആദ്യ ഇന്ത്യക്കാരൻ സലിൽ ഷെട്ടിയാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് വായിച്ചു വിടുക. ഇതൊക്കെ നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു വിടുക. കൂട്ടുകാരൊരു കാര്യം മനസ്സിലാക്കണം. നമ്മളൊരു കാര്യം പഠിച്ചതിന് ശേഷം അതൊന്ന് മാറിപ്പോകാതൊക്കെ ഇരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ കോഡ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ. അല്ലാതെ നമ്മൾ പുതിയൊരു ടോപ്പിക് എടുത്തിട്ട് അത് കോഡ് വെച്ച് പഠിക്കാൻ നിൽക്കരുത്. അപ്പം നമുക്ക് അതിലെ വേർഡ്സ് ഒക്കെ ഒന്ന് പരിചിതമായിട്ട് വേണം നമ്മൾ ഈ കോഡ് വെച്ച് കണക്ട് ചെയ്യാൻ. അപ്പോൾ പരീക്ഷാ ഹാളിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിപ്പോകാതിരിക്കാനും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഈ കോഡൊന്ന് കണക്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അത് ഉദ്ദേശിച്ച് വേണം നിങ്ങളിത് പഠിക്കാൻ. നിങ്ങൾ പഠിക്കുമ്പോൾ ഈ ടോപ്പിക് ആദ്യം ഒന്ന് വായിക്കുക, അതിൽ നിന്നും കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. അതിന് ശേഷം വേണം നമുക്കൊന്ന് പെട്ടെന്ന് പഠിക്കാനും മാറിപ്പോകാതിരിക്കാനും ഒക്കെ ആയിട്ടാണ് കോഡ് യൂസ് ചെയ്യേണ്ടത്. എല്ലാവരും ആ കാര്യം ശ്രദ്ധിക്കണം. ഓക്കെ. ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ സെക്രട്ടറി ജനറലായ ആദ്യ ഇന്ത്യക്കാരൻ സലിൽ ഷെട്ടി. അപ്പോൾ ഇത് കണക്ട് ചെയ്യാൻ കോഡൊന്നും കിട്ടിയില്ല, എങ്കിലും ഒന്ന് പറയാം. ഇപ്പം നമ്മൾ കട്ടിൽ എന്നെടുക്കുക ഇല്ലേ, സലിൽ കട്ടിൽ. അപ്പം നമ്മുടെ നെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കട്ടിൽ കൊതുക് വലയൊക്കെ ഇട്ട് നമ്മൾ അതിനകത്ത് കിടക്കുകയാണെങ്കിൽ അതൊരു നെസ്റ്റ് പോലെയല്ലേ. അപ്പോൾ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ നെസ്റ്റ്, നമ്മുടെ കൂടാണ് നമ്മുടെ കട്ടിൽ. അവിടെ ഒരു കൊതുക് വലയൊക്കെ എടുക്കുമ്പോൾ അതൊരു കൂട് പോലെ തോന്നും. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. വേറൊന്നും കിട്ടിയില്ല. കോമൺവെൽത്ത് സെക്രട്ടറി ജനറൽ ആയ ആദ്യ ഇന്ത്യക്കാരൻ കമലേഷ് ശർമ്മയാണ്. കോമൺവെൽത്ത് സെക്രട്ടറി ജനറലായ ആദ്യ ഇന്ത്യക്കാരൻ കമലേഷ് ശർമ്മ. അപ്പോൾ അവിടെ കോമ കമ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുമല്ലോ. കോമൺ കമലേഷ് കമ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. മൈക്രോസോഫ്റ്റ് കമ്പനിയുടെ CEO ആയ ആദ്യ ഇന്ത്യക്കാരൻ സത്യനാഥല്ല. മൈക്രോസോഫ്റ്റ് കമ്പനിയുടെ CEO ആയ ആദ്യ ഇന്ത്യക്കാരൻ സത്യനാഥല്ല. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ലോകബാങ്കിൻ്റെ സീനിയർ വൈസ് പ്രസിഡൻറ്റും ചീഫ് ഇക്കണോമിസ്റ്റുമായ ആദ്യ ഇന്ത്യക്കാരൻ കൗശിക് ബസു. ലോകബാങ്കിൻ്റെ സീനിയർ വൈസ് പ്രസിഡൻറ്റും ചീഫ് ഇക്കണോമിസ്റ്റുമായ ആദ്യ ഇന്ത്യക്കാരൻ കൗശിക് ബസു. അദ്ദേഹം ലോകബാങ്കിൻ്റെയൊക്കെയാണ്. അപ്പം നല്ല കൗശലം വേണം. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക അല്ലേ. പൈസയൊക്കെ സൂക്ഷിക്കാൻ നല്ല കൗശലം വേണം. അത് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. ആദ്യ ധനകാര്യ കമ്മീഷൻ്റെ അധ്യക്ഷൻ KC നിയോഗിയാണ്. ആദ്യ ധനകാര്യ കമ്മീഷൻ്റെ അധ്യക്ഷൻ KC നിയോഗി. അപ്പം ഈ ധനമൊക്കെ വിനിയോഗിക്കുന്നു, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാമല്ലോ. ധനകാര്യ കമ്മീഷൻ, അപ്പോൾ ധനം വിനിയോഗിക്കുന്നു, നിയോഗി. ആദ്യ ധനകാര്യ കമ്മീഷൻ്റെ അധ്യക്ഷൻ KC നിയോഗി. ധനം വിനിയോഗിക്കുന്നത് നന്നായിട്ട് വേണം, സൂക്ഷിച്ച് വേണം. അങ്ങനെയൊന്ന് ധനം വിനിയോഗിക്കുന്നത് നന്നായിട്ട് വേണം, സൂക്ഷിച്ച് വേണം. അങ്ങനെയൊന്ന് കണക്ട് ചെയ്യുക. ഇന്ത്യയിൽ അച്ചടിശാല കൊണ്ടുവന്ന ആദ്യ വ്യക്തി ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. നമ്മൾ ഇതിന് മുമ്പുള്ളൊരു ക്ലാസ്സിൽ ഇത് കണക്ട് ചെയ്തതാണല്ലേ. അച്ചടി ഒക്കെ കൂടുതൽ വരുന്നത് ഓഗസ്റ്റ് മാസം ഇല്ല, വെള്ളപ്പൊക്കം, മഴ, അങ്ങനെയൊന്ന് കണക്ട് ചെയ്തതാണ്. ആദ്യ ഇന്ത്യൻ പൈലറ്റ് JRD ടാറ്റ. അപ്പോൾ ഈ പൈലറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ കയറി പോകുമ്പോൾ ടാറ്റ കൊടുക്കാറുണ്ട്. അപ്പോൾ ആദ്യ ഇന്ത്യൻ പൈലറ്റ് JRD ടാറ്റയാണ്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മെഴുക് പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ മഹാത്മാഗാന്ധി. രാജ്യസഭയിലെ ആദ്യ സെക്രട്ടറി ജനറൽ SN മുഖർജി. നമ്മൾ നേരത്തെ കണക്ട് ചെയ്തതാണിത്. ലോക്സഭയിലെ ആദ്യ സെക്രട്ടറി ജനറൽ MN കൗൾ ആണ്. MN കൗൾ. ലോക്സഭയിലെ ആദ്യ സ്പീക്കർ ആരായിരുന്നു? GB മൗലങ്കാർ ആണ്. ലോക്സഭയിലെ ആദ്യ സെക്രട്ടറി ജനറൽ MN കൗൾ ആണ് ഇല്ലേ. ഇതിന് കോഡൊന്നും കിട്ടിയില്ല, എങ്കിലും ഒന്ന് കണക്ട് ചെയ്യാം. ലോക്സഭയിലെ ആദ്യ സെക്രട്ടറി ജനറൽ MN കൗൾ. അപ്പോൾ സെക്രട്ടറി ജനറൽ എന്ന് പറയുമ്പോൾ അദ്ദേഹം വളരെ കൂളായിട്ടാണ് കാര്യങ്ങൾ നോക്കി കാണുന്നത്. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക ഇല്ലേ.
സെക്രട്ടറി ജനറലാണ്. അപ്പോൾ അദ്ദേഹം വളരെ കൂളായിട്ടാണ് കാര്യങ്ങൾ നോക്കിക്കാണുന്നത്. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. ഓക്കെ, ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്